Hi my dear children, in last class I have told you to write the multiplication tables of 1 to 10. I hope you are all write and study well. എല്ലാവരും നിർബന്ധമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് 1 മുതൽ 10 വരെ നിർബന്ധമായും പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. Okay, now we are starting. See your textbook, page number 85, chapter 5, multiplication. First one, use multiplication tables to answer the following. Color the boxes green if the answers are less than 20 and blue if the answers are equal to or more than 20. താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിൾസ് നോക്കാം. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. ഓക്കെ, ആൻഡ് കിട്ടിയ ആൻസർ 20യേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ, 20നേക്കാൾ ചെറുതാണെങ്കിൽ യു ഹാവ് ടു കളർ ദാറ്റ് ബോക്സ് ഇൻ ഗ്രീൻ കളർ. ഇഫ് ദ ആൻസർ ഈസ് ഈക്വൽ ടു 20 ഓർ മോർ ദാൻ 20, you have to color the boxes as blue. Okay, the first question is 2 into 6. How can we find? ഒന്നെങ്കിൽ 2ൻ്റെ ടേബിൾ നോക്കുക, അല്ലെങ്കിൽ 6ൻ്റെ ടേബിൾ നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2ൻ്റെ ടേബിൾ ചൊല്ലി നോക്കണം, അല്ലെങ്കിൽ 6ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക. I am checking the table of 6. Table of 6 എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടെ പറയണം. 1 6 is 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. And 10 6 are 60. This is the table of 6. Okay, now check you. 2 into 6. What is 2 into 6? See, 2 into 6 is 12. So, 12 is the answer. This is 7 into 7. We have to check the table of 7. Table of 7. All of you tell me the table of 7. 1 7 is 7. 2 7s are 14. 3 7s are 21. 4 7s are 28. 5 7s are 35. 6 7s are 42. 7 7s are 49. 8 7s are 56. 9 7s are 63. 10 7s are 70. This is the table of 7. Now check 7 into 7. 7 into 7. What is 7 into 7? It is 49. So the answer is 49. Next is 9 into 8. We have to check the table of 8. Now all of you tell me the table of 8. 1 8 is 8. 2 8s are 16. 3 8s are 24. 4 8s are 32. 5 8s are 40. 6 8s are 48. 7 8s are 56. 8 8s are 64.
9 8s are 72. 10 8s are 80. This is the table of 8. Okay, now check what is 9 into 8. 9 into 8. 9 8s are 72. So the answer is 72. Now all of you do these all problems using multiplication table and color the number which is less than 20 as green and the number more than 20 as blue. Now see the page number 86. A visit to the garden. Ridhima and her classmates were taken for a field trip to a nearby garden. ഋതിമയും അവളുടെ ക്ലാസ്മേറ്റ്സും കൂടിയിട്ടൊരു ഫീൽഡ് ട്രിപ്പ് പോയി അവരുടെ അടുത്തുള്ള ഒരു ഗാർഡനിലേക്ക്. ദേ സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. അവിടെ ഒരുപാട് പ്ലാന്റ്സ് അവർ കണ്ടു. അവർ പറയുന്നത് നോക്കൂ. ദിസ് പാർട്ട് ഓഫ് ദ ഗാർഡൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. There are 4 rows of plants with 5 plants in each row. ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് റോസ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ഈ റോസ് പ്ലാന്റ്സ് എങ്ങനെയാണ്? എത്ര റോസ് ഉണ്ട്? റോസ് എന്ന് പറഞ്ഞാൽ എത്ര നിരയുണ്ട്? 1 2 3 4 റോസ് ഉണ്ട്. ആൻഡ് ഓരോ റോയിലും എത്ര പ്ലാന്റ്സ് ആണുള്ളത്? 1 2 3 4 5. 1 2 3 4 5 അല്ലേ? എല്ലാ റോസിലും 5 പ്ലാന്റ്സ് ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ 4 റോസ് ഉണ്ട് ആൻഡ് 5 പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. ആൻഡ് സി ഹിയർ ആർ സൺഫ്ലവേഴ്സ്. ഈ സൺഫ്ലവേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എത്ര റോസ് ഉണ്ട്? 1 2 3 4 5. 5 റോസും ഓരോ റോയിലും എത്ര സൺഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4. 1 2 3 4. ഓക്കെ, അപ്പോൾ 5 റോസ് ഉണ്ട്, ഓരോ റോയിലും 4 സൺഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഋതിമയ്ക്ക് ഒരു ഡൗട്ട് തോന്നി. വിച്ച് പ്ലാന്റ് ഇസ് മോർ ഇൻ നമ്പർ, സൺഫ്ലവർ ഓർ റോസ്? സൺഫ്ലവർ ആണോ റോസ് ആണോ കൂടുതൽ? നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? വി ക്യാൻ ചെക്ക് ഹൗ മെനി റോസ് പ്ലാന്റ്സ് ആൻഡ് സൺഫ്ലവർ പ്ലാന്റ്സ് ആർ ദർ. ഓക്കെ, റോസ് പ്ലാന്റ്സിൽ എത്ര റോസ് ഉണ്ടെന്ന് പറഞ്ഞു? 5 റോസ് ഉണ്ട് അല്ലേ? 1 2 3 4. സോറി, 4 റോസ് ഉണ്ട്. 4 റോ ഉണ്ട്. ഓരോ റോയിലും എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5. 5 പ്ലാന്റ്സ് ഉണ്ട്. 4 into 5. Total number of plants. What is 4 into 5? You check the table of 5. We get 4 into 5 is 20. So there are 20 rose plants. 20 rose plants ആണ് ഉള്ളത്. ഇനി സൺഫ്ലവർ പ്ലാന്റ് നോക്കാം. എത്ര റോ ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 അല്ലേ? 1 2 3 4 5. 5 റോ ഉണ്ട്. ഓരോ റോയിലും എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4. 4 ഫ്ലവേഴ്സ് ഉണ്ട്. 5 into 4. You have to check the table of 4. Table of 4 ചെക്ക് ചെയ്യുമ്പോൾ we will get 5 into 4 is 20. So the number of rose plants is 20 and the number of sunflower plants is also 20. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും വ്യത്യാസം ഉണ്ടാവുന്നു അല്ലേ? ബട്ട് the number of plants, both plants are same. This is called the multiplication sentence. Okay, ഇപ്പോൾ 20 എന്നുള്ള നമ്പറിനെ 4 into 5 എന്ന് എഴുതാം, അതേപോലെ 5 into 4 എന്നും പറയാം. So, and one more example I will show. See, here are some lily flowers and some marigold flowers. Lily flowers എത്ര റോ ഉണ്ട്? 1 2 റോസ് ഉണ്ട്. 2 into ഓരോ റോയിലും എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 2 into 10. Check the table of 10. We will get 2 into 10 as 20. Now check the number of marigold flowers. How many rows? 1 2 3 4 5 6 7 8 9 10.
10 റോ ഉണ്ട് ഇൻറ്റു ഓരോ റോയിലും എത്ര ഫ്ലവേഴ്സ് ആണ് 2 ഫ്ലവേഴ്സ് ആണ് അല്ലേ 10 into 2 check the table of 2 we will get 10 into 2 as 20 okay you see that 4 into 5 is 20 5 into 4 is 20 2 into 10 is 20 and 10 into 2 is also 20 this is the multiplication sentence of 20 20 യുടെ multiplication sentences ആണ് ഇതൊക്കെ now let's do the exercise problems in textbook page number 88 first one match the multiplication sentences that give the same answer okay same answer വരുന്ന multiplication sentenceകൾ match ചെയ്യണം അപ്പോൾ first we have to find the answers okay ഓരോ സെന്റൻസിന്റെയും ആൻസർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് സെയിം ആൻസർ വരുന്നത് മാച്ച് ചെയ്യാം okay first we have to find 4 into 2 what is 4 into 2 we check the table of 2 we get 8 then 1 into 9 is 9 3 into 5 is check the table of 5 3 into 5 is 15 8 into 5 check the table of 5 8 into 5 is 40 then 4 into 7 check the table of 7 table of 7 check ചെയ്യുമ്പോൾ 4 into 7 we get 28 now find these answers 5 into 8 is 40 7 into 4 4 into table നോക്കുക it is 28 2 into 4 8 9 into 1 is 9 5 into 5 into 3 is 50 okay so നമ്മൾ എല്ലാ ആൻസേഴ്സും കണ്ടുപിടിച്ചു now we have to match the same answers നമുക്ക് 8 ആൻസർ വരുന്നത് ഏതൊക്കെയാണ് this one so we can match this into this then 9 ആൻസർ വരുന്നത് ഇവിടെയാണ് it is done for you then next 15 can be matched to here then 40 it can be matched here 28 this is the answer you have to do this in your textbook if you don't have textbook you write the question and answer in your notebook second question fill in the blanks in each case with the numbers represented by the two grids one is done for you okay അപ്പോൾ ഗ്രിഡുകളുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസുകൾ എഴുതാനാണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കൂ എത്ര റോ ഉണ്ട് 1 2 അപ്പോൾ 2 ഇൻറ്റു ഓരോ റോയിലും എത്ര ഗ്രിഡ് ഉണ്ട് നോക്കൂ 1 2 3 അല്ലേ 1 2 3 2 ഇൻറ്റു 3 ഹിയർ ഓൾസോ എത്ര റോ ഉണ്ടെന്ന് എണ്ണി നോക്കൂ 1 2 3 3 ഇൻറ്റു ഓരോ റോയിലും എത്ര ഗ്രിഡ് ഉണ്ട് 2 3 ഇൻറ്റു 2 അതേപോലെ ഇവിടെ എങ്ങനെ വരും എണ്ണി നോക്കുക 1 2 3 4 4 റോസ് ഓരോ റോയിലും എത്ര ഗ്രിഡ് ഉണ്ടെന്ന് നോക്കാം 1 2 3 4 5 6 4 ഇൻറ്റു 6 ഇവിടെ നോക്കുക എത്ര റോ ഉണ്ട് 1 2 3 4 5 6 1 2 3 4 4 into 6 is same as 6 into 4 next 1 2 3 4 5 6 7 7 into 1 2 3 4 5 6 7 into 6 here 1 2 3 4 5 6 6 into 1 2 3 4 5 6 7 7 into 6 is same as 6 into 7 next 1 2 3 4 5 6 1 2 3 4 5 6 into 5 here 1 2 3 4 5 1 2 3 4 5 6 5 into 6 now the third question is Ridhima buys some books to read Ridhima കുറച്ച് ബുക്സ് വാങ്ങിച്ചു she wants to arrange the books on her bookshelf അവൾക്ക് ആ ബുക്സ് ബുക്ക് ഷെൽഫിൽ അറേഞ്ച് ചെയ്യണം first question is Ridhima can keep 8 books on each shelf ഓരോ ഷെൽഫിലും 8 ബുക്സ് വെക്കാൻ പറ്റും how many books can she keep on the 3 shelf അങ്ങനെ 3 ഷെൽഫ് ഉണ്ടെങ്കിൽ
എത്ര ബുക്സ് അവൾക്ക് വെക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഷെൽഫുകളുടെ എണ്ണം 3 ആണ്. ഒരു ഷെൽഫിൽ എത്ര ബുക്ക് വെക്കാം? 8 ബുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 into 8. 3 into 8 or 8 into 3, which is both are same. Now find the answer. Check the table of 8. We will get answer as 24. 24 books. Okay. Now the second question is, if there are already 16 books on the shelf, ആ ഷെൽഫിൽ ഓൾറെഡി 16 ബുക്സ് ഉണ്ടെങ്കിൽ ഹൗ മെനി മോർ ബുക്സ് ക്യാൻ ഷീ കീപ് ദർ? ഓക്കെ, ഇപ്പോൾ 24 ബുക്സ് ആണ് ആ ഷെൽഫിൽ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഓൾറെഡി 16 ബുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ബുക്കും കൂടെയാണ് അവിടെ വെക്കാനുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 ബുക്കാണ് അവിടെ വെക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ 24ൽ നിന്ന് 16 മൈനസ് ചെയ്യാം. 24 minus 16. First we subtract the ones place. Here it is 4 minus 6. So we have to borrow, which becomes 14, and here it becomes 1. Count 6 to 14. 6 after count 7, 8, 9, 10, 11, 12, 13, 14. We get 8. 1 minus 1 is 0. So the answer is 8. 8 books കൂടെ അവിടെ വെക്കാം. Next question. She asked her father for more shelves to keep the rest of the books. Her father gets 2 more shelves made. If each shelf can accommodate 8 books, how many books can she accommodate in all the shelves? അതായത് ഇപ്പോൾ എത്ര ഷെൽഫാണ് ഉണ്ടായിരുന്നത്? ആദ്യം 3 ഷെൽഫായിരുന്നു. അവളുടെ ഫാദർ 2 ഷെൽഫും കൂടി ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, അപ്പം 3 ഷെൽഫ് ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം കൂടി കൂടി. അപ്പോൾ എത്ര ഷെൽഫായി? 3 + 2, there are 5 shelves. ഓക്കെ, 5 ഷെൽഫ്സ് ആയി. 3 + 2 is 5 shelves. ഇനി ഇഫ് ഈച്ച് ഷെൽഫ് ക്യാൻ അക്കോമഡേറ്റ് 8 ബുക്സ്, ഓരോ ഷെൽഫിലും 8 ബുക്കാണ് നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ ടോട്ടൽ എത്ര ബുക്സ് വെക്കാം? അപ്പോൾ 8 into എത്ര ഷെൽഫാണ് ഇപ്പോൾ ഉള്ളത്? 5. 8 into 5. Check the table of 5. We get the answer 8 into 5 as 40 books. Okay. Now the next question. Ridhima's new almirah has 8 shelves and she can keep 3 books on each shelf. ഋതിമയുടെ പുതിയ അലമാരയിൽ 8 ഷെൽഫ് ഉണ്ട്. ഷെൽഫ് എത്രയാണ്? 8 ഷെൽഫ് ഉണ്ട്. ആൻഡ് ഓരോ ഷെൽഫിലും 3 ബുക്സ് കീപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബുക്സ് ക്യാൻ ഷീ കീപ്പ് ഇൻ ദ അൽമിറ? ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ. 8 into 3 ചെയ്താൽ മതി, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. 8 into 3, we get 24 books. All of you write this question in your notebook and the answer also in your notebook. Third question, write the question and the answer also. Now നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസ് പറഞ്ഞു അല്ലേ. 20യുടെ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസുകൾ എന്തൊക്കെയായിരുന്നു? വൺ ഈസ് 4 into 5 അല്ലേ. ഒന്ന് 4 into 5 ആയിരുന്നു. ദെൻ 5 into 4 we can write. ദെൻ പിന്നെ ഉണ്ടായിരുന്നു 2 into 10 അല്ലേ. ആൻഡ് വൺ മോർ 10 into 2. These are the multiplication sentences of 20. Now tell me the multiplication sentences for 30. 30യുടെ multiplication sentences എന്താണ്? നിങ്ങൾ ടേബിൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 2ൻ്റെ ടേബിളിൽ നോക്കുമ്പോൾ നോക്കി നോക്കാം. ആൻഡ് ചെക്ക് ദ 3യുടെ ടേബിൾ നോക്കുക, അവിടെ 30 വരുന്നുണ്ടോ നോക്കുക. 3യുടെ ടേബിൾ ഉണ്ട് അല്ലേ. 3 into 10 is 30. Then one more we can write 10 into 3. Then 4, 5, 6 അങ്ങനെ എല്ലാ ടേബിളും ചെക്ക് ചെയ്യുമ്പോൾ 5ൻ്റെ ടേബിളിൽ നമുക്ക് കിട്ടും 5 into 6. Then 6 into 5 we can write. And also
1 into 30 we can write. Okay, ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 90 വരുന്ന ഈ ട്രീ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ നോട്ടിൽ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാം. Okay, now in next class we will learn about multiplication tables from 11 to 15. Okay, see you in next class. Bye.